എഴുതിയോ? APPLE ആപ്പിൾ. അല്ല, താനെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ യൂണിഫോം അല്ലേ സാർ? താൻ പോലീസിൽ ചേർന്നോ? സാറ് തന്നെയല്ലേ എന്നോട് യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞത്? അത് ഇതാണോ? തനിക്ക് യൂണിഫോം ഇല്ലേ? ഇത് എന്റെ തന്നെയാ. കുറച്ച് ദിവസം ഊരി വെച്ചതുകൊണ്ട് ലൂസ് തോന്നുന്നതാ. ലൂസ് യൂണിഫോമിനല്ല, തന്റെ തലയ്ക്കാ. ഒരു പോലീസ് ഡ്രസ് ഇട്ട് കളിക്കല്ലേ, പോലീസുകാർ പിടിച്ചോണ്ട് പോകും. വേഗം ഊരി വേ. അയ്യോ, ഇനി ഇത് ഊരണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഏതായാലും സാറ് ലീവ് എടുത്ത് നാട്ടിൽ പോകും. പോകുന്നതിലും മുമ്പ് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാതാരായി പോകും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അനുഭവിച്ചു. പോലീസുകാരന് യൂണിഫോം പോയാൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ നിർത്തിയേ. ഇനി ഞാൻ ഒരു കുഴപ്പത്തിലും ചാടില്ല. അയ്യോ സോറി, താൻ ഇവിടുത്തെ വേലക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ അപ്പോഴേ എന്റെ ഭാര്യയോട് പറഞ്ഞതാ, സാറിന് ഇത്തരം മണിയടി ഒന്നും പിടിക്കില്ലെന്ന്. സമ്മതിക്കണ്ടേ? ശരി, താൻ നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ? വേണ്ട സാർ. എന്താ? നാളത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. ശരി. കോട്ടൺ. പ്ലാന്റ്. മോളെ, ദാ മൂക്കുള്ള പാവ. മോള് കാണിച്ചേ എന്ത് പാവ വേണ്ടെന്ന്. മോള് നോക്കിക്കേ. കണ്ടോ? അയ്യേ, ഇതൊരു കൊടവയരൻ. എനിക്ക് വേണ്ടിയത് ആനക്കുട്ടിയുടെ പാവയാ. അയ്യോ, ആനയാണോ മോള് കാണിച്ചേ? തൽക്കാലത്തേക്ക് ഇത്. ആനക്കുട്ടിയെ നമുക്ക് പിന്നീട് വാങ്ങിക്കാം. മോള് സൂക്ഷിച്ചു വെച്ചേ. എന്താ ദാസേട്ടന്റെ ഉദ്ദേശം? എന്താ? ഇന്ന് ഈ വേഷത്തിലല്ലല്ലോ ഇവിടുന്ന് പോയത്. ഇത് ചുമ്മാ രസത്തിന്. രസിക്കലൂറെ കൂടുന്നുണ്ട്. ഇത് നല്ല സ്റ്റൈലൻ ഡ്രസ് അല്ലേ? ഇന്ന് എന്തായിരുന്നു സ്റ്റേഷനിൽ? സ്റ്റേഷനിൽ ഒന്നും ഉണ്ടായില്ല. പാട്ടും കൂത്തും ആയിരുന്നെന്ന് കേട്ടു. അതോ? അത് ഞാൻ എല്ലാം അറിഞ്ഞു. അതവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതല്ലേ. മാത്രമല്ല, നല്ല താളബോധമുള്ള കുറെ പെൺകുട്ടികളും പാട്ട് പാടുകയാണെങ്കിൽ അതുപോലെ നൃത്തം ചെയ്യാൻ അറിയാവുന്നവരടുത്ത് പാടണം. ദാസേട്ടൻ കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ആളാ പാട്ടിനെ പറ്റി പറയുന്നത്. അല്ല, സത്യം പറയാലോ, ഇപ്പൊ എന്നെ പറ്റി എല്ലാവർക്കും ഒരു മതിപ്പൊക്കെ വന്നിട്ടുണ്ട്. Puppy, come on. പ്രിയപ്പെട്ട പപ്പന് തോറ്റിരിക്കുന്നു. 1000 വട്ടം കാണാൻ കൊതിയുണ്ട്. കാത്തിരിക്കുന്നു പപ്പന്റെ സെറീന. നാളെ കൂടെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഞങ്ങൾ കൂട്ടുവരണ്ടല്ലോ. ഹലോ.
സെറീന, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടാൽ സെറീനയ്ക്ക് വിഷമം തോന്നുന്നറിയാം. പക്ഷെ എന്നെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ സെറീന കൂടുതൽ വിഷമിക്കും. നാളെ കല്യാണത്തിന് പപ്പൻ പന്തലിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ പപ്പൻ വരില്ല. വരാൻ പപ്പന് കഴിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ മിസ്റ്റർ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇല്ലാത്ത വെട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കാണ് നിങ്ങൾ. ആരും പറഞ്ഞു കേട്ടിട്ടല്ല സെറീന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് പപ്പനും ഞാനും തമ്മിലുള്ള കാര്യമാണ്. പോലീസ് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. പറഞ്ഞാല് വിശ്വസിപ്പിക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. പപ്പനെ നിങ്ങൾക്കറിയില്ല. പപ്പന്റെ ക്യാരക്ടർ അതാണ്. സ്റ്റേജിൽ പോലും പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ പപ്പൻ എത്താറുണ്ട്. ഐ നോ, എനിക്കറിയാം സെറീന. പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. പപ്പൻ ജീവിച്ചിരിപ്പില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുന്ന എന്ത് വിശ്വസിക്കുന്നവരുണ്ടാകും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു നിങ്ങളുടെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ടെന്ന്. അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദയവായി ശല്യം ചെയ്യാതിരിക്കൂ. ഒന്നും പേടിക്കാനല്ലേ. അയാൾക്ക് എന്തോ സംശയം തോന്നിയിരുന്നു, അത്രേ ഉള്ളൂ. എനിക്കൊരു ധൈര്യവും കിട്ടുന്നില്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങാനും തെളിഞ്ഞാൽ? ഒന്നും തെളിയാൻ പോകുന്നില്ലെന്നേ. പപ്പൻ ഒളിച്ചു പോകാൻ തെളിവ് കൊടുക്കാൻ അവന്റെ കാമുകയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. ഒരു പരാതി കൊടുക്കാൻ പോലും ആളില്ല. പിന്നെന്തിനാ നമുക്ക് പേടി? അതൊക്കെ 2 ദിവസത്തെ കൂടിയേ കാണൂ. പപ്പൻ തിരിച്ചു വരില്ലാന്ന് പറഞ്ഞു കഴിയുമ്പോ അവന്മാരുടെ വിധം മാറും. നോ പ്രോബ്ലം. അതവിടെ റോഡ് മാറ്റി. ചന്തുങ്കൽ, വരണം. ഇന്ന് വൈകുന്നേരത്ത് കൂടി അറേഞ്ച്മെന്റ്സ് മുഴുവൻ തീരണം. അതിന് ഞാൻ കൂടെ നിൽക്കുക. ഞാനിന്ന് സെറീനെ കണ്ടിരുന്നു. അവള് പറഞ്ഞു. അല്ല മിസ്റ്റർ ദേവദാസ്, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഒരു താല്പര്യം? എന്നെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചിട്ടല്ല മിസ്റ്റർ ദേവദാസ്. പപ്പൻ നാളെ വന്നില്ലെങ്കിൽ പോരെ ഈ പരാതിപ്പെടലും അന്വേഷിക്കലും ഒക്കെ? അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവ് കിട്ടിയതിന് ശേഷം വേണ്ടി ഈ കാര്യം ഇവിടെ ഒന്ന് പറയാൻ. അത് മാത്രമല്ല, ഈ കളികളൊക്കെ അവന്റെ ഒരു പതിവാ. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കലും പ്രത്യക്ഷപ്പെടലും ഒക്കെ. അവൾക്ക് ഇന്ന് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ മറ്റെന്തോ മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അറിഞ്ഞോ അറിയാതെയും പപ്പൻ പണ്ട് ചെയ്ത കുസൃത്തരങ്ങൾക്കൊക്കെ ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്കിൾ, പപ്പനിവിടെ വന്നു പോയോ? ഇല്ല, എനിക്കിപ്പോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കണ്ടോ അവന്റെ ഒരു സ്വഭാവം? കണ്ടാ കെട്ടിയിട്ട് തല്ലാൻ തോന്നും. അവൻ ഇതിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോ ഇങ്ങോട്ട് എത്തിയേക്കും. എന്നെ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. പപ്പൻ വന്നാ ഇവിടെ നിൽക്കാൻ പറയണം. കല്യാണത്തിന് ഞങ്ങളുടെ വക ചില അറേഞ്ച്മെന്റ്സുകളൊക്കെ വരട്ടെ. അന്ന് ആ കള്ളനെ പിടിക്കുന്നിടത്ത് ദാസേട്ടന് വല്ല അപകടവും പറ്റിയോ? ഇല്ല. ആ കുട്ടൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി. നാളെ എപ്പോഴാ ട്രെയിൻ? രാവിലെ 10 മണിക്ക്. ഞാൻ വരുന്നില്ല. എനിക്ക് അല്പം ജോലി കൊടുണ്ട് ഇവിടെ ബാക്കി. ഇനി ഒരു ജോലിയും വേണ്ട. നാളെ നമ്മൾ ഇവിടം വിടുന്നു. അതിനൊരു മാറ്റവും ഇല്ല. അല്ല, ജോലി തീർന്നാൽ ഉടനെ ഞാനും നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. എന്തായി പറയുന്നത്? ദാസേട്ടൻ ഇല്ലാതെ ഞാൻ പോവില്ല. വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ മാത്രം ഇപ്പൊ പോകൂ. പോയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കാത്തിരിപ്പ് വെറുതെയാവും. ദാസേട്ടൻ എന്തു പറ്റി? പറയാൻ കുറെ ഏറെയുണ്ട്. ഹലോ, ചന്ദ്രശേഖരന്റെ വീടല്ലേ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. എനിക്ക് മിസ് സെറീനയോട് ഒന്ന് സംസാരിക്കണം. എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോയോ? എങ്കിൽ എനിക്ക് അവിടുത്തെ നമ്പറും തരുമോ? ഹലോ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസ് ആണ്. അവിടെ മിസ് സെറീന ഉണ്ടോ? ഒന്ന് വിളിക്കാം. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ശരി, ഓക്കെ.
എന്താ പപ്പ ഈ അവസാന രാത്രി വെറുതെ സംസാരിച്ചു കളയാമെന്ന് വെച്ചോ? നാളെ എന്റെ കല്യാണമാണ്. പന്തലിൽ സെറീന എന്നെ കാത്തിരിക്കും. ഒരിക്കലും തിരിച്ചു വരാത്ത എനിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അവൾ കാത്തിരിക്കും. കുറച്ചു കാലം നിന്നെ കാണാതാകുമ്പോ ആ കൊച്ചു വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ഇല്ല, സെറീന എനിക്കറിയാം. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ മരിച്ചുപോയ സത്യം എല്ലാരും ഒന്ന് അറിയിക്കണം. നീ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ചാൽ എങ്ങനെ നടക്കും? എന്റെ ശരീരം അവരെവിടെ മറവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അതിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഉണ്ട്, എനിക്കിനി അതുകൊണ്ടേ കാര്യമുള്ളൂ. എന്റെ മോട്ടോർ സൈക്കിളും ശരീരവും പുറത്തെടുക്കുക. അതുകൊണ്ട് എനിക്കെല്ലാം തെളിയിക്കാം. ഈ വക രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തിയില്ല. അതൊന്നും പറയാൻ പാടില്ല പപ്പ. ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നീ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ? പ്ലീസ് എന്നെ സഹായിക്കണം. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഈ സഹായം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. നിനക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ നിയമം തെറ്റിക്കുക. നിന്റെ ശരീരവും മോട്ടോർ ബൈക്കും ഒരു ചെളിക്കുണ്ടി താഴ്ത്തിയിട്ടിരിക്കുക. എവിടെ? മതി. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എല്ലാം തെളിച്ചോളാം. നാളെ എന്നെയും കാത്ത് മണവാറ്റിയായി സെറീന വരുന്നതിന് മുമ്പ് എനിക്ക് അവളെ വിവരം അറിയിക്കണം. ശരി. നിൽക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിൽക്കൂ. വായിൽ തുറക്കൂ. വായിൽ തുറക്കാൻ. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വായിൽ തുറക്കാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. വായിൽ തുറക്കാൻ. നിൽക്കൂ. എല്ലാം വിശദമായി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മറ്റൊന്നും അറിയണ്ട. ദാസേട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ സമാധാനമായി പോകൂ. അത് പറയാനേ എനിക്കിപ്പോ കഴിയും. എന്റെ സ്വൈരവും സമാധാനം ആരും നോക്കണ്ട. എന്നോടും കുഞ്ഞിനോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദാസേട്ടൻ സ്റ്റേഷനിൽ വരണം. ഞാൻ കാത്തിരിക്കും. വാടി ഇവിടെ. മോള് ഡാഡിയെ ചോദിച്ച് മോളുടെ മമ്മി ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. ഡാഡി എവിടെയെന്ന് മുത്തച്ഛൻ ചോദിച്ചാൽ മോളെന്ത് പറയും? എന്താ പറയണ്ടേ? ഡാഡിക്ക് തിരക്കാണെന്ന് പറയണം.
ഒടുവിൽ പപ്പൻ വന്നു. പക്ഷെ അതിങ്ങനായി. അങ്കിൾ പറഞ്ഞില്ലേ പപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരുമെന്ന്. ജീവിച്ചിരിപ്പില്ലാത്ത പപ്പനെ അങ്കിളും സെറീനയും കാത്തിരുന്നു. ജീവിതകാലം മുഴുവൻ തുടരുമായിരുന്ന കാത്തിരിപ്പ് ഇവിടെ തീരണം. പണ്ട് അപകടത്തിൽ അങ്കിളിന്റെ ഭാര്യയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും നഷ്ടപ്പെട്ടിട്ടും അങ്കിൾ ജീവിച്ചില്ലേ? പപ്പനും സെറീനയ്ക്കും വേണ്ടി ജീവിച്ചു. അതുപോലെ ഇനിയും ജീവിക്കണം. സെറീനയ്ക്ക് വേണ്ടി. നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്ന കാണാൻ പപ്പന്റെ ആത്മാവ് എന്നിവിടെ തന്നെ ഉണ്ടാവും. സാർ, റെയിൽവേ സ്റ്റേഷനിൽ കൊച്ചമ്മ കാത്തു നിൽക്കുന്നുണ്ടാവും. സമയം പോണു. എന്റെ സമയവും തീരെയാണ് കൂട്ട. ഇനി അവരെ കൂടെ ഒന്ന് കാണണം. അതിനാണ് ഞാൻ പോകുന്നത്. കാണാനാവുമോ എന്ന് തീർച്ചയില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കാണുമ്പോൾ കുറ്റം പറയണം. ശാന്തിയോടും മോളോടും ഞാൻ മാപ്പ് ചോദിച്ചിരുന്നു. സെറീന, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിന്റെ പപ്പൻ നിന്റെ കൂടെ ഉണ്ടാവും.